ആലപ്പുഴ കീച്ചേരിക്കടവ് പാലം തകർന്ന് 2 പേർ മരിച്ചതിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തും. പൊതുമരാമത്ത് വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും മന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ഈ ഒരു മരണത്തിൽ എന്തൊക്കെ നടപടിയിലേക്കാണ് കടക്കുക? കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചെന്നിത്തല പഞ്ചായത്തിനെയും ചിറ്റൂളങ്ങര പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അച്ചൻകോവിലാറിന് കുറുകെ പണിയുന്ന കീച്ചേരി പാലത്തിൽ അപകടമുണ്ടായത്. പാലത്തിൻ്റെ ഒരു ഗർഡർ ഇളകി വീണ് 7 തൊഴിലാളികൾ വെള്ളത്തിൽ പോവുകയും 5 പേര് നീന്തി രക്ഷപ്പെടുകയും 2 പേര് മുങ്ങി മരിക്കുകയും ചെയ്തു. ഈ സംഭവത്തിലാണിപ്പോൾ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത്. കരാറുകാരനായ കരുനാഗപ്പള്ളി സ്വദേശി അബ്ദുൽ കരീമിനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഒപ്പം തന്നെ ഓവർസിയർ പാലം വിഭാഗത്തിലെ ഈ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചെങ്ങന്നൂർ MLA സജി ചെറിയാൻ്റെയും ഒപ്പം തന്നെ കായംകുളം MLA പ്രതിഭാഹരിയുടെയും ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഈ പാലം നിർമ്മിക്കുന്നത്. ഈ പാലത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പരാതികൾ ചൂണ്ടിക്കാട്ടിയെന്നും അത് പരിഹരിച്ചില്ല എന്നും പ്രതിപക്ഷ കക്ഷികൾ ആക്ഷേപം ഉന്നയിക്കുകയും പാലം നിർമ്മാണ സ്ഥലത്തേക്ക് BJPയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രകടനമൊക്കെ നടത്തുകയും ചെയ്തു. രഘു, ഈ തുടക്കത്തിൽ തന്നെ പരാതി ഉന്നയിച്ചിട്ടും അതുമായി തുടർന്ന് മുന്നോട്ട് പോയി അതിനുശേഷം ഈ ഒരു അപകടം ഉണ്ടാകുന്നപ്പോൾ ഈ ഒരു കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് മാത്രം ഒതുങ്ങുന്നതാകുമോ നടപടി? കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനോടൊപ്പം തന്നെ 3 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടികൾ എന്തായിരിക്കുമെന്നുള്ളത് സാധാരണ നിലയിൽ ഇത്തരം നടപടികൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്.